Ramjian, man, here he is. You can be here, sir. Hearty congratulations. So finally, December 25. ഈ ഒരു ദിവസത്തിനാണ് നമ്മൾ കാത്തിരുന്നത് അല്ലേ? അപ്പോൾ റൊമാൻസ് പ്രണയം സത്യമാണ്. സത്യസന്ധമായി പ്രണയിക്കുക. പ്രണയത്തിന് പ്രായഭേദമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രണയിക്കാം. കൗമാരക്കാർക്ക് മാത്രമുള്ളതല്ല പ്രണയം. നമ്മളുടെ സിനിമ പറയുന്നത് സത്യസന്ധമായ പ്രണയമാണ്. സിനിമ പറയുന്നത് ഉപാധികളില്ലാതെ പ്രണയിക്കൂ. ഭൂമി സ്വർഗമാക്കുക. ഞങ്ങളുടെ പ്രണയ നായകൻ സൈനികത്തിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. നായകൻ ആദ്യം വാ, എന്നിട്ട് പ്രണയിച്ചിട്ട് നായകനെ വിളിക്കാം. So this is the moment that we all have been waiting for, ladies and gentlemen, marking a thunderous round of applause. Let us welcome our very own Shane Nigam. നമ്മുടെ മലയാള സിനിമയിലെ മൈക്കൽ ജാക്സൺ ആണ്. പാട്ട് പാടുന്ന ആളാണ്, ഡാൻസ് കളിക്കുന്ന ആളാണ്, അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. ആൻഡ് വെൻ ഹി ഇസ് there on the big screen നമ്മളെല്ലാവരും ഇങ്ങനെ ചുമ്മാ കണ്ട് എൻജോയ് ചെയ്യും. ഈ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. റിലീസിന് വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പേഴ്സണലി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 25-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സെൻസർ ബോർഡ് തമ്മിലുള്ള ഒരു ലീഗൽ ബാറ്റിൽ. ഇതൊന്നും സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് സംഭവിക്കുന്നതല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25-ാം തീയതി ക്രിസ്മസിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ ട്രെയിലർ ലോഞ്ചിന് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതൊരു റൊമാൻറ്റിക് ചിത്രമാണ്. ഒരു സോഷ്യലി റെലവൻ്റായ ഒരു മെസ്സേജ് ഇതിലുള്ള ഒരു സിനിമയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ദൂരം വരെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ 100% പ്രതീക്ഷയോടെ 25-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ എത്തിക്കുകയാണ്. ബാക്കി ഓഡിയൻസ് കണ്ട് നിങ്ങളുടെ ജെന്യുവിനായ റിവ്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു സിനിമയ്ക്ക് അറിയിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത്, ആദ്യം കാലിക്കറ്റിൽ വെച്ച് ഒരു വലിയൊരു ലോഞ്ച് നടത്തി, ഒരു ഓഡിയോ ലോഞ്ച്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിലർ ലോഞ്ച്. അതേപോലെ ഒരുപാട് നിരവധി പ്രൊമോഷൻസ്. നമുക്ക് സെൻസറിന് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, സെപ്റ്റംബറിൽ എവിടെ നോക്കിയാലും ഹാലിൻ്റെ പോസ്റ്റേഴ്സും ഫ്ലെക്സും വരുന്നു. അതൊരു തവണ അടിച്ചു, പക്ഷെ അന്ന് ആ പടം നമുക്ക് ഇറക്കാൻ പറ്റിയില്ല. ആ ഹോർഡിങ്സ് എല്ലാം അഴിച്ചു. വീണ്ടും ഇപ്പോൾ ഹോർഡിങ്സും ഇതെല്ലാം തിരിച്ച് വെച്ച് ഇത്രയും വലിയ ഗ്രാൻഡായ പ്രൊമോഷൻസ് എല്ലാം നടത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അങ്ങേയറ്റം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ജുബി തോമസ്, വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. വേണമെങ്കിൽ ഒരു തവണ അടിച്ചതല്ലേ, ഓർമ്മയുണ്ടാവും ആൾക്കാർക്കെന്ന് വെക്കാം. പക്ഷെ അതൊന്നും വെക്കാതെ വീണ്ടും ഇത്രയും വലിയൊരു ചിലവ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ സിനിമയുടെ ഈ കഥയും ഈ സിനിമയിലുള്ള 100% വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നിങ്ങളുടെ ഓരോരുത്തരിലേക്ക് ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. മലയാളത്തിന്റെ സ്വന്തം മൈക്കൽ ജാക്സൺ, നമ്മുടെ റൊമാൻറ്റിക് ഹീറോ, ഇത്ര ഹംബിൾ ആയിട്ടാണ് സംസാരിച്ചതല്ലേ. ഇങ്ങനെ ഷെയ്നിങ്ങനെ അടുത്തു നിന്ന് കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കുട്ടിച്ചാത്തലിലെ വിവി മുതൽ ഡാൻസ് റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ എല്ലാം ഇങ്ങനെ ഓർമ്മ വരാണ്. ആ കുട്ടി പയ്യനാണെന്ന് മലയാള സിനിമയിലെ ദി പ്രോമിസിങ് ആക്ടർ എന്നൊരു ടൈറ്റിലേക്ക് വളർന്നു നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഷെയ്ൻ സംസാരിച്ച് നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഇനി ഇവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതും ഷെയ്ൻ്റെ പെർഫോമൻസ്, ഡാൻസ് കാണാനും പാട്ട് കേൾക്കാനുമാണ്. അതിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നതല്ലേ. സോ ഷെയ്ൻ ഡാൻസ് കളിക്കുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് മൈക്കൽ ജാക്സൺ ആകുമ്പോൾ ഡാൻസ് കളിക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പം നൗ വാട്ട് ഇസ് നെക്സ്റ്റ് ഇസ് ഓഫ് കോഴ്സ് നമ്മുടെ ഹീറോയിലെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന മൊമെന്റ് ആണ്. അത് നമുക്ക് കൂടുതൽ റൊമാൻറ്റിക് ആക്കിക്കൊണ്ട് ഷെയ്ൻ്റെ പാട്ടിലൂടെ നമുക്ക് നമ്മുടെ ഹീറോയിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്താലോ. If you would sing 2 lines a പാട്ടിൽ, that will be a very very beautiful entry that we can give for our heroine. Yes, സാക്ഷി വൈദ്യ. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए, रफ्ता रफ्ता वो
मेरी हस्ती का सामा हो गए. Sakshi Vaidya. Yes, so ladies and gentlemen, here we have a Sakshi Vaidya. So Sakshi, like I've been always telling you that with just the trailer, with just a few glimpses from the film, we all have fallen in love with you, seeing the chemistry, seeing the romance with Shane, and I'm very, very sure that once the film is released, all Malayalis will be completely obsessed with you, and we are waiting for that. So once again, welcome to Kerala, welcome to Kochi, and tell us how you're feeling with that grand entry, the romantic entry that Shane gave you. Thanks, Shane. There was a very warm welcome on stage. Hello, Kochi. Hi. This is my first Malayalam film, so please don't mind me not speaking in Malayalam right now. Our film Hal has gone through a lot of obstacles on screen and off screen, be it technical issues or censorship issues. But this film is very special to me in many ways. Firstly, because it is my first love story, and it is, I always, since the beginning of my acting career, I wanted to do a Malayalam film because I really like Malayalam films. And I got a chance to do this film with Shane. I'm very, very grateful. Along this journey, I made a lot of friends. Our music director, Nandagopan, Ebin, Vineet, Vince, all of them have been really, really helpful to me. And you guys have made this journey unforgettable in many ways. So thank you, everyone. Thank you, Rafiq Bhai, for being so supportive. Thank you, Ravi sir. You have been really, really nice and sweet. I really hope that you guys enjoy the trailer. And if you do, then please don't forget to celebrate Christmas with us by watching Hal in theaters near you. And we will all see you in theaters soon. Thank you so much. Thank you so much, Sakshi. And one request on behalf of every Malayalis: be here, do more films in Malayalam, so that we can love you even more. So once again, let's give a big round of applause, ladies and gentlemen, to Sakshi. So now we have a director, a hero, and heroine. So trailer എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഹാല സിനിമയുടെ ജേർണിയിൽ നിന്ന്. സോ നൗ ഇൻ ദിസ് വെരി വെരി പ്രസ്റ്റീജിയസ് ഒക്കേഷൻ ആൻഡ് ദിസ് വെരി വെരി ഗ്രാൻഡ് സ്റ്റേജ്, JBJ പ്രൊഡക്ഷൻസിന്റെ ലോഗോ ലോഞ്ച് സെറിമണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻവൈറ്റിംഗ് all of you to be here to watch and witness the grand logo launch of JBJ Productions. So can we just move to the side so that everybody can have a closer look at the logo that is being launched. എക്സൈറ്റ്മെന്റ് ലെവൽ ഒന്ന് കൂട്ടുന്നതിനായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ട്രെയിലർ ലോഞ്ചിന് ശേഷം ഒരു വലിയ സർപ്രൈസ് നമുക്ക് പൊട്ടിക്കാനുണ്ട്. അതെന്താണെന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. സോ ഐ തിങ്ക് the stage is not complete at the moment. നമ്മുടെ സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അവിടെ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് തുടക്കം മുതലേ ചിരിച്ച് കൈയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുകയാണ്. സോ അവരെല്ലാവരെയും നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. സോ now ladies and gentlemen, here we are availing this opportunity to welcome the cast and crew of the film Hal onto the stage. So I think നിയാസ് കലാഭവൻ, നത്ത്, സോഹൻ സീനുലാൽ, തിരക്കഥാകൃത്തും ഇതിലെ ഒരു ക്യാരക്ടർ വളരെ ബോറായിട്ട് അഭിനയിച്ചിട്ടുള്ള നിഷാദ് ഗോയ, ക്യാമറാമാൻ രവിചന്ദ്രൻ, മ്യൂസിക് ഡയറക്ടർ നന്ദഗോപൻ. that's a huge ground support for Nandagopan. I mean, he deserves that. നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഓരോരുത്തരും അത്രത്തോളം നല്ലൊരു കൈഡി തന്നെ അർഹിക്കുന്നുണ്ട്. ബിക്കോസ് ദേ ഹാവ് ഓൾ വർക്ക് റിയലി 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 ഹാർഡ് ഫോർ ദിസ് ഫിലിം. ആൻഡ് നമ്മളെല്ലാവരും എത്തിയോ? ആർ വി കംപ്ലീറ്റ്? യെസ്. അപ്പോൾ അത് ഹാല സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എഫേർട്ടിന് നമുക്കൊരു നല്ല കൈഡി നൽകണ്ടേ? ഇതൊരു വലിയ ജേർണി ആയിരുന്നു, ചാലഞ്ചിങ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ആൻഡ് നൗ ദേ ആർ ടുഗദർ ഹിയർ സെലിബ്രേറ്റിംഗ് ദ ട്രെയിലർ ലോഞ്ച്. ഈ കൈയടി പോരാ, കുറച്ചുകൂടെ ഉച്ചത്തിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. വിത്ത് ദാറ്റ് എനർജി, യെസ്, ലെറ്റ് us move to the grand trailer launch of Hal, so we can split to both sides and we can bring up the trailer here to Kochi. So do not blink an eye, ladies and gentlemen. Let us get to know ഒരു ക്രിസ്മസ് ആണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു തന്നെങ്കിലും this gave us more hint to how romantic our
Christmas will be. സോ നേരത്തെ ഞാൻ പറഞ്ഞു ട്രെയിലറിന് മുന്നേ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ട്രെയിലർ കണ്ടതിന് ശേഷം പൊട്ടിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ സർപ്രൈസ് കേൾക്കാൻ റെഡിയാണോ? റെഡിയാണോ? എല്ലാവരും ഞെട്ടാനായിട്ട് റെഡി ആയിക്കോളൂ. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് ആരാണെന്ന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? Make a guess who have edited this trailer. Ladies and gentlemen, നേരത്തെ നമ്മൾ പറഞ്ഞു പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന ഏത് ക്യാരക്ടർ ആണെങ്കിലും അസലായിട്ട് ചെയ്യുന്ന ഒരു ഓൾ റൗണ്ടർ ആണ് നമ്മുടെ ഷെയ്ൻ നിഗം. And now guess what? He have edited the trailer. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം ഷെയ്ൻ നിഗമാണ്. Oh my god. അപ്പോൾ ഒരു പുതിയ ടൈറ്റിൽ കൂടെ സ്വന്തമായല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സഹായിക്കാൻ ജിതിൻ എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. കൂടെ നന്ദഗോപൻ, റഫീഖ് വീര, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു ട്രെയിലറാണ്. ജിതിൻ ഇവിടെ ഉണ്ടോ? ജിതിൻ പക്ഷേ ഐഡിയ മുഴുവൻ ഷൈൻ്റെ തന്നെ ആയിരുന്നു. ശരിക്കും റൊമാൻറ്റിക് ആക്കി. ഇങ്ങനെയല്ല എൻ്റെ റൊമാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിലർ പൊളിച്ചത്. ആ പിന്നെ Absolutely. ഹൈദരാലിക്കാരൻ ട്രെയിലർ നമുക്ക് ഒന്നുകൂടെ കണ്ടില്ലെങ്കിൽ എങ്ങനെയാല്ലേ? ആ ഓൺലൈൻ ചാനലിന്റെ രാജാവ് ഹൈദരാലിക്കാര നിർദ്ദേശപ്രകാരം റൊമാൻറ്റിക് ആയോ? റൊമാൻറ്റിക് ഫീൽസ്. ഓക്കേ, സോ ചിത്രങ്ങൾ അത് വിഷ്വൽ ഞങ്ങൾക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആവാൻ കാരണം ഞങ്ങളുടെ ക്യാമറമാൻ രവിചന്ദ്രൻ. സോ ഇത്രയും നേരം നമ്മുടെ ഡയറക്ടറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു, ഹീറോയിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇത് ഓരോരുത്തർക്കായിട്ട് ഹാല സിനിമയുടെ വിശേഷങ്ങൾ എന്താണ് നമ്മളോട് പറയാനുള്ളത്, എന്താണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. സോ നൗ ഫസ്റ്റ് ഓഫ് ഓൾ DOP ആണ് നമ്മളോട് സംസാരിക്കുന്നത്. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈ നൽകി തന്നെ ശ്രീ രവിചന്ദ്രൻ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹൈ സർ, പ്ലീസ് ബി ഹിയർ അറ്റ് ദ സെന്റർ സോ ദാറ്റ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി. We can just shine this moment. നമസ്കാരം. സംസാരിക്കാൻ അധികം അറിയില്ല, എനിക്ക് വിഷ്വല് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 വാക്ക് പറയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് റഫീഖിനെ പറ്റിയിട്ടാണ്, പിന്നെ ഷെയ്ൻ. വിശാഖോയ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പടത്തിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ നിഷാദ് ഗോയാണ് ഇത് നരേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് അതിനു മുമ്പുള്ള ഇമോഷൻസ് ആ വിഷ്വല് അതുവരെ ഷൂട്ട് ചെയ്തതിൽ കിട്ടാത്തതുകൊണ്ട് എല്ലാം റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. റീഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഡയറക്ടറും ബാക്കി എല്ലാവരും, ഷെയ്നും ഡേറ്റ് പോലും നോക്കാതെ, സമയം പോലും നോക്കാതെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നു. അതുപോലെ എല്ലാ ഷൂട്ടും കഴിഞ്ഞ് ഇതിനെ മാറ്റിമറിച്ച് ഈ രീതിയിലാക്കിയത് റഫീഖ്. എനിക്ക് വേറെ ഒന്നും പറയില്ല. എന്നോട് റഫീഖ് ഇടയ്ക്ക് വന്നിട്ട് ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ, ചേട്ടാ എനിക്ക് ഇങ്ങനൊരു സാധനം എടുത്തു തരണം എന്ന് പറയും. എനിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല, അത് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടില്ല, എങ്ങനെയാണെന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പറയാതെ ഒരു സംഭവം എടുത്തു തരണം, എനിക്കൊരു ജയില് സെറ്റ് ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് അതുപോലെ ഷൂട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് എഡിറ്റിംഗ് ടേബിളിലാണ് ഞാനത് കണ്ടത് റഫീഖ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിഷ്വല് നല്ലതാണോന്നും നിങ്ങൾ തീരുമാനിക്കണം, പക്ഷെ ഈ സിനിമ നല്ലതായിരിക്കും, ഇത് നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ 15 സിനിമ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തതാണ്, ലൈഫ് ഓഫ് ജോസുട്ടി പോലെയുള്ള കുറച്ച് സിനിമകൾ. പക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന പോലെ ചെയ്തതാണ്. എൻ്റെ ആദ്യത്തെ സിനിമയായിരിക്കും ഇത്. അതിന് എല്ലാവരോടും താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇത്രയും അധികം സിനിമ ചെയ്തിട്ടുള്ള ആള് പറയാണ് ആദ്യമായിട്ട് ചെയ്ത സിനിമ പോലെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സോ വി ആർ റിയലി എക്സൈറ്റഡ് ടു സീ യുവർ ക്രാഫ്റ്റ്. ഇത്രയും നല്ലൊരു തിരക്കഥ എഴുതിയ തിരക്കഥാകൃത്തിന് ഇതിലത്തെ ഒരു വേഷം ചെയ്ത നടനെയും ഞാൻ ക്ഷണിച്ചോളുന്നു. നിഷാദ് കോയ.
നേരത്തെ പറഞ്ഞു അഭിനയിച്ച് ബോറാക്കിയാന്ന് പറഞ്ഞല്ലേ, അങ്ങനെ പറഞ്ഞാണ് ഡയറക്ടർ വെൽക്കം ചെയ്തത്. പക്ഷെ അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. സോ സർ. നമസ്കാരം. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ പ്രൊമോഷൻ പരിപാടികൾക്ക് അങ്ങനെ പോവാറില്ല. ഇതിപ്പോൾ ഇങ്ങനെ കോടതിയും സെൻസർ ബോർഡൊക്കെ ആയിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഒന്ന് വന്നേക്കാം എന്ന് വിചാരിച്ചാണ്. സെൻസർ ബോർഡിൻ്റെ വെട്ടും കുത്തുമൊക്കെ ഏറ്റ് പരിക്കുകൾ കോടതിയിൽ നിന്ന് മുറിവുണക്കിയിട്ടാണ് തിയേറ്ററിലോട്ട് വരുന്നത്. നിങ്ങളിത് ഒരു പ്രണയ സിനിമയായിട്ടാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിലും ഈ സിനിമയെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ശക്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ പറയേണ്ടതായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നൊരു പ്രമേയമാണ് ഇതിൻ്റെ അടിത്തറ എന്നുള്ളത്. ആ രാഷ്ട്രീയം ഈ സമയത്ത് പറയേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡിസംബർ 25 മുതൽ നിങ്ങൾ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. അല്ല, ആ രാഷ്ട്രീയം പ്രസക്തമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ പരാജയപ്പെടുത്താം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു യാത്ര ഞാൻ തുടങ്ങുന്നത് ഷെയ്നുമായിട്ടാണ്. ആദ്യം കഥ പറഞ്ഞ് ഷെയ്ൻ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമ്മതിക്കുന്ന നിമിഷം മുതൽ ഉണ്ടായ ഒരു യാത്രയാണ്. അതിലോട്ട് റഫീഖും രവിയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും പ്രൊഡ്യൂസർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ബഡ്ജറ്റായിട്ടുള്ളൊരു സിനിമയാണത്. ജുബിച്ചേട്ടൻ അതിൻ്റെ എന്നോട് പറഞ്ഞത് ഈ സിനിമ ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ എന്താണോ ബഡ്ജറ്റ് അതാണ് നമ്മുടെ സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പിന്തുണ തന്നൊരു പ്രൊഡ്യൂസർ എല്ലാം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ പ്രണയത്തിന് പ്രായമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ റഫീഖിൻ്റെ ഭാര്യ അവിടുന്ന് കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു, വീട്ടിലോട്ട് വാട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഷെയ്ൻ, വൈദ്യസാക്ഷി, എല്ലാവരും, ഷെയ്ൻ ചേട്ടൻ, റഫീഖ് ക, വൈദ്യസാക്ഷി, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ പുള്ളി ട്രെയിലർ ലോഞ്ച് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന മുതൽ ഹെയർ ഡൈ ട്രൈ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സിനിമ കണ്ടാ അറിയാം, നിഷാദ് കോയ ഇത്ര കറുത്ത മുടിക്കാരനല്ല. അടുത്ത് നിയാസ്ക്ക് 2 വാക്ക് പറയും. ആക്ടർ ആവാണല്ലോ, അപ്പൊ കുറച്ച് ഗ്ലാമർ ആവാന്നല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാനിതില് ഒരു കുഞ്ഞു വേഷമാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു വേഷമാണെങ്കിലും അതൊരു നല്ല വേഷമായിരുന്നു. ഷൈൻ്റെ ലാപ്പയായിട്ടുള്ളൊരു വേഷമാണ് ചെയ്തത്. അല്ലെങ്കിലും ഞാൻ ഷൈൻ്റെ ലാപ്പ് തന്നെയാണ്. കാരണം അബിക്ക എൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഹാല് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞ വാക്കുകളാണ്. ഓർഡിനറി എന്നുള്ളൊരു ഹിറ്റ് സിനിമയുടെ കഥാകൃത്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ സിനിമയുടെ രാഷ്ട്രീയവും ഇതിലെ പ്രണയവും നിങ്ങൾക്ക് സ്വീകാര്യമാകുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു കഥാകൃത്തിൻ്റെ ചങ്കുറ്റം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ ആസ്വദിക്കുകയും നിങ്ങളെല്ലാവരോടും ഇത് പറഞ്ഞ് ഈ ഒരു സിനിമ കാണേണ്ട സിനിമയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ പറഞ്ഞ് കുടുംബമായിട്ട് വന്ന് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു പാട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്നു, പക്ഷെ ഇത്രയധികം സംവിധാനം ഉണ്ടായിട്ട് എനിക്കൊരു കരോക്കെ സൗണ്ട് തരാൻ ഇവിടെ സംവിധാനം ഇല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വരികളൊന്ന് പാടാം. എനിക്ക് വേറെ ഒരു താളവും വേണ്ട. എന്നെ നിങ്ങളുടെ താളം കൊണ്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ആ ധൈര്യം എനിക്കുണ്ട്. ആ താളം എനിക്ക് കിട്ടിയാൽ മതി. എല്ലാരും ചൊല്ലണ്, ആ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. എനിക്ക് റാപ്പൊന്നും അറിഞ്ഞുകൂടാ. എല്ലാരും ചൊല്ലണ്, ആ പാട്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണ്. അതിൻ്റെ ആ ഒരു ഇനത്തില് ഞാൻ കുറച്ച് വരികൾ ഇപ്പോ ഇവിടെ കിട്ടിയ സമയം കൊണ്ട് എഴുതിയതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഞാൻ ചൊല്ലാൻ നിങ്ങൾ താളം തരണം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, ഹാലാണ് സിനിമയെന്ന്, നമ്മുടെ ഷൈനാണ്, നമ്മുടെ ഷൈനാണ് നായകനെന്ന്. ക്രിസ്മസ്
വെക്കേഷൻ ഹാലൊന്ന് കണ്ടിട്ട് ആഘോഷമാക്കിയിടണം, നിങ്ങൾ ആഘോഷമാക്കിയിടണം. നാട്ടാരും ചൊല്ലണ് കൂട്ടാരും ചെല്ലണ് ഹാലാണ് സിനിമയെന്ന്, നമ്മുടെ ഷൈനാണ് ഷൈനാണ് നായകനെന്ന്. ഞാനുണ്ട് ഷൈനുണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളുണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ട്. എന്തിന് നോക്കണ് എന്തിന് കാക്കണ്, ടിക്കറ്റ് കൺഫേം ചെയ്യേ, നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ചെയ്യേ. കളിയല്ല വീട്ടുകാരൻ കൂട്ടുകാരൻ കൊണ്ടുപോയി ഹാലൊന്ന് കാണിക്കണം, നമ്മുടെ ഹാലൊന്ന് കാണിക്കണം. ടിക്കറ്റ് എടുക്കണം, തിയേറ്ററിൽ കാണണം, ഹാലൊന്ന് ഹിറ്റാക്കണം, നിങ്ങൾ ഹാലൊന്ന് ഹിറ്റാക്കണം. കളിയല്ല കൂട്ടുകാരെ നാട്ടാരെ പടമൊന്ന് കയ്യൊന്ന് അടിച്ചിടണം, നിങ്ങൾ കയ്യൊന്ന് അടിച്ചിടണം. കളിയല്ല കൂട്ടുകാരെ കാണേണ്ട പടമാണ്, കയ്യൊന്നടിച്ചിടണം, നിങ്ങൾ കയ്യൊന്നടിച്ചിടണം. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അടുത്തത് ഞങ്ങളുടെ ഒരു ശക്തമായ കഥാപാത്രം ചെയ്ത സോഹൻ ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ശക്തമായ കഥാപാത്രം എന്ന് അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇത്രയധികം പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ളൊരു സിനിമ എൻ്റെ അറിവിലില്ല. നിഷാദ് പോയ ഈ കഥ എഴുതിയപ്പോൾ ഈ കഥ വേറൊരാളുടെ അടിച്ചു മാറ്റിയാണെന്ന് പറഞ്ഞിട്ടൊരു പ്രതിസന്ധിയിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ ചർച്ചയൊക്കെ കഴിഞ്ഞ് നിഷാദ് ഗോയയുടെ തന്നെ കഥയാണെന്ന് ഐകകണ്ഠേന എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വരെ അടിയും ഇടിയും പുകയും പൂരമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനുശേഷം താരതമ്യേന ചെറിയ വിഷയമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സെൻസർ ബോർഡ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പുള്ള വിഷയങ്ങളായിരുന്നു അതിഭീകരം. എന്തായാലും ഈ പ്രതിസന്ധികളെല്ലാം വളരെ ധീരമായി തരണം ചെയ്യാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ, നിർമ്മാതാവിനെ, നായകനെ, സംവിധായകനെ എല്ലാം പ്രേരിപ്പിച്ചത് ഈ സിനിമയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഡിസംബർ 25-ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഇതൊരു നല്ല സിനിമയായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടരിലൂടെ നമ്മൾ നെട്ടിപ്പിച്ച നത്ത് തത്ത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് നമ്മൾ വേറൊരു ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായ പ്രതിഭ ശ്രീനിവാസൻ സാർ നമ്മളെ വിട്ടുപോയി. അപ്പോൾ സാറിന് ഈ അവസരത്തിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. ഷൈൻ ബ്രോ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ്. സിനിമാ ചിത്രീകരണത്തിലും റിലീസിൻ്റെ ടൈമിങ്ങിലും സെൻസർ ബോർഡിൻ്റെയും എല്ലാം വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഏക അത്താണി അല്ലെങ്കിൽ ഞങ്ങളുടെ ബലമെന്ന് പറയുന്നത് സോഹൻ ചേട്ടനായിരുന്നു. അത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ ഞാനിതിൽ ഷെയ്ൻ ബ്രോയുടെ സുഹൃത്തായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. ഒരുപാട് എന്താ പറയുക, സൗഹൃദവും പ്രണയവും ഒരുപോലെ കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ 25-ാം തീയതി ഈ ഹാലിനെ നിങ്ങളുടെ ഹാർട്ടിനോട് ചേർത്ത് പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നിയാസിക്കയുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. നിയാസിക്ക ഇപ്പോൾ പാടിയത് ഹിന്ദിയിലേക്ക് സാക്ഷിക്കൊന്ന് തർജ്ജിമ ചെയ്ത് കൊടുക്കണം. പുള്ളിക്കാരിക്ക് മനസ്സിലാകാതെ ഒന്ന് കൈയടിക്കുമായിരുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ഞങ്ങൾക്ക് ചിട്ടപ്പെടുത്തിയെടുത്തുള്ളത്
നന്ദഗോപൻ. അവൻ മാത്രമേ അവിടെ PR ഇറക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിനെ സ്മരിക്കുന്നു സ്നേഹത്തോടെ. വിൽ മിസ് യു സാർ. ഇത് ഹാലെൻ്റെ ഫസ്റ്റ് പടമാണ്. ഇതിൽ നമ്മൾ 7 പാട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടോ? പാട്ട് കേട്ടോ? പാട്ട് കേൾക്കാത്തവർ എന്തായാലും പാട്ട് കേൾക്കണം. എല്ലാ പാട്ടും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യ പടത്തിൽ തന്നെ 7 പാട്ട് കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഞാൻ. അതും ഇത്രയും നല്ല ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പിന്നെ അതിന് എനിക്ക് കുറച്ച് പേരോട് താങ്ക്സ് പറയണം. കാരണം എന്നെ ഒരു ഡെബ്യൂട്ടൻ്റായ എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു മ്യൂസിക്കൽ പടത്തിന് അവസരം തരാമെന്ന് പറഞ്ഞാൽ നിഷാദക്ക, താങ്ക് യു സോ മച്ച്. നിഷാദക്കയാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് കഥ വന്ന് പറയുമ്പം നമ്മൾ ആദ്യം എനിക്കൊന്ന് പാട്ട് നമ്മൾ കമ്പോസ് ചെയ്തത് ഹിജറാണ്. പിന്നെ റഫിക്ക, പിന്നെ എനിക്ക് താങ്ക്സ് പറയാനോട് ജോബി ചേട്ടനോടാണ്, നമ്മുടെ പ്രൊഡ്യൂസർ. എന്നെ പോലത്തെ ഒരു ഡെബ്യൂട്ടിനെ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു പടം തന്നതിന്. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ബ്രദർ, മൈ ഫ്രണ്ട് ഷെയ്ൻ നിഗം. ഷെയ്ൻ കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം ഷെയ്ൻ ഈസ് മൈ ട്യൂഷൻ മേറ്റ്. ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷനിൽ +1 +2 കെമിസ്ട്രി ട്യൂഷനിൽ ഒരുമിച്ച് പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾ കാണുന്ന വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ വലിയ പെരുന്നാളിൻ്റെ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഞാനാണ് ഡബ്ബിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു ഷെയ്ൻ മാനിഫെസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഷെയ്ൻ അടുത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ, ഞാൻ ഒരു സെൽഫി എടുത്തപ്പോൾ ഷെയ്ൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്യും. അത് ഇവിടെ വരെ എത്തി. താങ്ക് യു സോ മച്ച് ഷെയ്ൻ. നമ്മുടെ പടം ഈ വരുന്ന 25-ാം തീയതി റിലീസാവുന്നതാണ്. എല്ലാവരും പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അത് പെയ്ഡ് PR അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യ സിനിമയിൽ തന്നെ 7 പാട്ട്, അത് മങ്കിത് തിവാരി, ആദിത്യ ആർക്കെ, ഇത്രത്തോളം ലെജൻഡറി സിംഗേഴ്സിനെയാണ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഹി ഡിസേർവ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. സോ കാസ്റ്റ് ആൻഡ് ക്രൂയുടെ വിശേഷങ്ങളാണ്, അവരുടെ സന്തോഷം, എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ കേട്ടത്. സോ വിത്ത് ദെയർ പ്രസൻസ് ഹിയർ ഓൺ സ്റ്റേജ് നമുക്ക് വെരി ക്വിക്ക്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറിമണിയിലേക്ക് കടക്കേണ്ടതുണ്ട്. സോ നൗ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ. ന്യൂ ഇയറിന് നമുക്ക് ഷോപ്പിംഗ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനായിട്ട് ഫോറം മോൾ ഇസ് പ്രസന്റിംഗ് സംതിങ് വെരി വെരി ഹ്യൂജ് ഫോർ ഓൾ ഓഫ് us. ഫോറം ഫ്ലാഷ് സെയിൽ EOSS January 9, 10 and 11 ഓവർ ആവുകയാണ് നമ്മുടെ എല്ലാ. യെസ്, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഡയറക്ടറിന് എന്തോ പറയാനുണ്ട്. അതെ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക സിനിമയല്ല, ഹാല. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് അവർക്കൊന്നും സംസാരിക്കാനും സ്റ്റേജിൽ കയറാനും പറ്റിയില്ല. മിസ്റ്റർ ഹൈദർ അലിക്ക, അതേമാതിരി ഞങ്ങളെ JVGയുടെ ഹെഡ് രഞ്ജിത്ത് രാജൻ പെരുമ്പാവൂർ, ഇസ്മായിൽ SM, ഷിഷാദ്, ജിബു GTT, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയാൻ പറ്റും. ഞങ്ങളെ രാജസാഗർ ഡിസ്ട്രിബ്യൂട്ടർ, മിസ് രമേശ് ചേട്ടൻ, റോയ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഇവിടെ പല വഴിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ സിംഗർ, ഞങ്ങളൊരു അതിമനോഹരമായി പാട്ട് പാടിയിട്ടുള്ള സിംഗർ ഫിസ ജഹാംഗീർ, പ്രൊഡ്യൂസർ സുധീരേട്ടൻ, ഒരുപാട് പേര്, എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ല. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കാരണം 10 മണി വരെ ഇവിടെ പെർമിഷനുള്ളൂ. നമ്മൾ തുടങ്ങാൻ തന്നെ 8 മണി. ഞങ്ങൾ ചാർട്ടിങ്ങിൽ 6 മണി മുതൽ തുടങ്ങാമെന്നായിരുന്നു. പക്ഷേ ടെക്നിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകളും മറ്റേ പെർഫോം ചെയ്യാൻ വന്നവരുടെ ടൈം ഷെഡ്യൂളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അതെല്ലാം ഡിലേ ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പ്രോഗ്രാമായിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ ചെറിയൊരു പെർഫോമൻസ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ നായകൻ ഫുൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങളെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഫുൾ സ്റ്റെപ്പ് ആവും. Okay, so I want all of you to come closer. ഇപ്പോൾ ഫോറം കൊച്ചിയിൽ നിൽക്കുന്ന എല്ലാവരെയും
നിങ്ങളുടെ അറ്റൻഷൻ ഞാൻ സ്റ്റേജിലേക്ക് സീക്ക് ചെയ്യാണ് ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി വെരി ലവ്ലി റൊമാൻറ്റിക് മൊമെന്റ് ബിക്കോസ് നമ്മുടെ റൊമാൻറ്റിക് കിങ്ങും ക്വീനും ഒരുമിച്ച് ഡാൻസ് കളിക്കാനായിട്ട് പോവാണ്. സോ I am inviting all of you to enjoy this romance live from Forum Kochi. So ready ആണോ? ഡാൻസ് കാണാൻ ready ആണോ? Yes. Yes. കുറച്ചുകൂടി പവർ പോരട്ടെ. Yes. So how about the people standing over there? അവിടെ ഇത് തിരക്കിലാണ്. കൈയെല്ലാം ഫ്രീ അല്ലാത്തേ ഉള്ളൂ. So can you make some noise for Shane? So Shane, പ്ലാനിങ്ങിലാണോ എന്ത് കളിക്കണം? ഞങ്ങൾ 3 പേരും കൂടെയാണ് കളിക്കുന്നത്. എല്ലാവരും ഒരു വലിയൊരു കൈയടി തന്നെ പ്ലീസ്. താങ്ക് യു. So the floor is being handed over to ഇതിലെ നിലപാട് എന്നുള്ള റാപ്പ് മ്യൂസിക് ഡയറക്ടർ പാടുന്നതാണ്. അതിൽ തന്നെ അഭിഷേകം കൂടിയിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഇത്ര നേരം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പേഴ്സണലി നന്ദി. അപ്പോൾ 25-ാം തീയതി എല്ലാവരും ഉണ്ടാവില്ലേ തിയേറ്ററിൽ? താങ്ക് യു. ഓക്കെ, സി യു, ബൈ.